നമസ്കാരം. നിരന്തരമായിട്ട് സാബുവും ജേക്കബ് അങ്ങേ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ സമയത്തൊക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇപ്പോഴും വെല്ലുവിളി കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? സാബു ജേക്കബിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ്. സാബു ജേക്കബ് ഒരു കാര്യം ചെയ്യുക, കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുക, സാബു ജേക്കബ് മത്സരിക്കുക. ആ മണ്ഡലം ഒന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നാൽ മതി, അവിടെ വന്ന് മത്സരിക്കാൻ പാർട്ടി അനുവദിക്കുമെങ്കിൽ ഞാൻ തയ്യാറാണ്. അത് സാബു ജേക്കബ് ധൈര്യമായിട്ട് എനിക്കെതിരെ മത്സരിക്കട്ടെ. അതിനുള്ള ചങ്കൂറ്റം സാബു ജേക്കബിനുണ്ടെങ്കിൽ സാബു ജേക്കബ് ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് സാബു ജേക്കബ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. എന്നിട്ട് ആ നോമിനേഷൻ കൊടുത്തു കഴിയുമ്പോൾ എന്നെ അറിയിച്ചാൽ മതി. ഇപ്പൊ തന്നെ പണി തുടങ്ങിക്കോട്ടെ. ആ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് എന്നെ അറിയിക്കുകയാണെങ്കിൽ ആ മണ്ഡലത്തിൽ വന്ന് പാർട്ടി അനുവദിക്കുമെങ്കിൽ ഞാൻ മത്സരിച്ചോളാം. അതുപോലെ തന്നെ ഇപ്പോ ഈ ചാലക്കുടി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൺവെൻഷനൊക്കെ പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയുടെ ഒരു അല്ല, ഞാനൊരു LDF ഒരു വിജയം സുനിശ്ചിതമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് പ്രൊഫസർ സി രവീന്ദ്രനാഥ് കേരളത്തിനും പ്രത്യേകിച്ച് മണ്ഡലത്തിനും പരിചയപ്പെടുത്തേണ്ട മുഖമല്ല. അദ്ദേഹം വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതില് രസകരമായ ഒരു ഇത് 2020 സ്ഥാനാർത്ഥിനെ സാബു ജേക്കബ് പരിചയപ്പെടുത്തിയ സമയത്ത് ഏതോ മദ്യവിരുദ്ധ സമിതിയുടെ ചെയർമാനാണെന്നുള്ള രീതിയിലാണ് പരിചയപ്പെടുത്തിയത്. പക്ഷെ ഇപ്പൊ രസകരമായൊരു സംഭവം, കുന്നത്തുനാട് നിയോജകമണ്ഡലം 2020 കൺവീനർ അദ്ദേഹത്തിന് നടത്തുന്നത് ബാറാണ്. സ്വന്തമായിട്ട് ബാറ് നടത്തുന്ന ഒരാളാണ് 2020 കുന്നത്തുനാട് നിയോജകമണ്ഡലം കൺവീനർ. അദ്ദേഹമാണ് ഈ മദ്യവിരുദ്ധ സമിതിയുടെ ചെയർമാന്റെ കൂടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുൻപന്തിയുള്ളത്. അത് നിങ്ങളൊന്ന് പരിശോധിക്കുക. പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആദ്യം സാബു ജേക്കബ് ഈ കുന്നത്തുനാട് നിയോജകമണ്ഡലം 2020 കോർഡിനേറ്റർ ആദ്യം തന്നെ ഒന്ന് പുറത്താക്കുക. എന്നിട്ട് ആത്മാർത്ഥത തെളിയിച്ച് ബാക്കി വിവരങ്ങൾ ഞാൻ പിന്നീട് പറയാം. താങ്ക് യു.